ഒന്ന്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. രണ്ട്, ഇതിൽ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും വന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. പോലീസ് ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കണ്ടെത്തട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് അതിലൂടെ മാത്രമേ പറയാനായിട്ട് കഴിയുകയുള്ളൂ. ഇപ്പോൾ പോലീസ് അത് അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ അന്വേഷണത്തിലൂടെ എന്താണ് സംഭവിച്ചത്, എന്താണ് എന്നുള്ളത് പോലീസ് കണ്ടെത്തും. ഉപയോഗിക്കാതെ ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് തീർച്ചയായിട്ടും പോലീസ് അന്വേഷിക്കട്ടെ. പരാതിപ്പെട്ടിട്ടുണ്ടോ അത് അറിയില്ല. പരാതിപ്പെട്ടിട്ടില്ല എന്നാണോ? പെട്ടിട്ടില്ല. ഓക്കെ. ഓ, വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാറും ചെയ്തത് ആ വണ്ടിക്കകത്ത് തന്നെ ഡ്രൈവറും കണ്ടക്ടറും മറ്റാളുകളൊക്കെ ഉണ്ട്. അങ്ങനെ പരാതിപ്പെടാം, അല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകാം, ഈ വീഡിയോ തെളിവായി നൽകാം. പക്ഷെ അതിനുമുമ്പ് എന്താണ് എന്നറിയാതെ അങ്ങനെ പ്രചരിച്ചത് കൊണ്ടാണ് ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത്. ഓ അല്ല, പോലീസ് ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തും. അതിൽ ഏതെങ്കിലും എന്താണ് അത് അവിടെ സംഭവിച്ചതെന്ന് കണ്ടെത്തിക്കൊണ്ട് അതിൽ തെറ്റ് ഉണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തീർച്ചയായും അതിൽ നടപടി, അത് കേസുമായിട്ട് തന്നെ കേസെടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസിൻ്റെ അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്തുന്നത് എന്നുള്ളത് കാണട്ടെ. ഏത് പക്ഷം നിൽക്കണമെന്നൊരു ആശയക്കുഴപ്പമുണ്ടല്ലോ. ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞിട്ട് വന്നതുപോലെ തന്നെ സ്ത്രീകൾ അതിക്രമിക്കപ്പെടുന്നുണ്ട്, അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. പക്ഷേ ഇത്തരം വ്യാജ പരാതികൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് മോണിറ്റർ ചെയ്യണ്ടേ? അല്ല, ഈ സംഭവത്തിൽ എന്താണ് സത്യം എന്നുള്ളത് അറിയില്ല. എനിക്ക് നിങ്ങളുടെ കൂട്ട് മാത്രമേ, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ആ ഒരു സംഭവം വെച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ജനറലൈസ് ചെയ്യാനായിട്ട് കഴിയില്ല. ഈ സംഭവത്തിൽ ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ളത്. വ്യാജ പരാതികൾ, വ്യാജമായിട്ടുള്ളത് എന്തും അത് നമുക്കൊരു കാരണവശാലും അങ്ങനെയാണെങ്കിൽ അറിയില്ല, നമുക്കത് അംഗീകരിക്കാനായിട്ട് കഴിയില്ല. പോലീസ് ഇത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് എന്താണെന്നുള്ളത് കണ്ടെത്തട്ടെ. ഇതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലീസ് കേസെടുത്ത് തന്നെ മുന്നോട്ട് പോകും. അതിൽ യാതൊരു സംശയവുമില്ല.